ശംസുൽ ഉലമയുടെ ഹിമ്മത്തും ബാഫഖി തങ്ങളുടെ ഹൈബത്തും മമ്പുറം തങ്ങളുടെ ഇസ്സത്തും സമം ചേർന്ന നവയുഗ നേതൃഗരിമ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ കുറുക്ക് ചോദ്യങ്ങളെയും വളഞ്ഞാക്രമിക്കുന്ന നവീന വിധ്വംസക കറക്കു കമ്പനികളുടെ കുറുക്കൻ കൗശലങ്ങളെയും വെട്ടിയൊഴിഞ്ഞും പ്രസ്ഥാനത്തിന് വെട്ടുകൊള്ളാതെയും സുന്നി പ്രസ്ഥാനത്തെ പ്രതിരോധിക്കുന്ന കാരിരുമ്പിന്റെ കരുത്തുള്ള കാര്യദർശി ശംസുൽ ഉലമ ചിപ്പാകപ്പെടുത്തിയ ആദർശത്തിന്റെ പടവാൾ അഹ്ലുബൈത്തിന്റെ തിങ്ങൾ ഉമ്മത്തിന്റെ തങ്ങൾ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കമ്മുസൂഫി നഗരിയിൽ പരന്നൊഴുകിയ പാലാഴിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ മഹാസംഗമത്തിന്റെ പ്രൗഢമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. സയ്യിദ് അവർകളെ സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يؤت الحكمة فقد أوتي خيرا كثيرا. صدق الله مولانا العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള അധ്യക്ഷൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ, വന്ദനായ നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, കൊടക്കാട് ബിച്ചിക്കോയ തങ്ങൾ, ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ മുഹമ്മദ് അബ്ദുൽ റഹീം ധാരിമി, മുഹമ്മദ് കുട്ടി ഫൈളി അടക്കമുള്ള വേദിയിൽ ഉപവിഷ്ടായ പണ്ഡിതന്മാർ, സദാത്തുക്കൾ, ഈ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സാരഥികൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ, ഇവിടുന്ന് സനത് വാങ്ങി പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാർ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മോമിനിയങ്ങൾ, മോമിനാത്തുകൾ, ബഹുമാനമുള്ളവരെ, വളരെ പുണ്യമായ ഒരു വേദിയിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത്. മഹാനാവുന്ന കമ്മുസൂഫി വലിയുള്ള അവരുടെ ഉറൂസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ സംരംഭങ്ങൾ, അതിലുള്ള പ്രത്യേകമായ ഒന്നാണ് സനത് ദാനം. ഈ സ്ഥാപനത്തിൽ നിന്നും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ന് ഇവിടെ തങ്ങൾ വരുന്നവരെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഷുക്കൂർ മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ ദർസിൽ നിന്നും പഠനം പൂർത്തിയാക്കി പല മേഖലകളിലും, ദീനിൻ്റെ പല മേഖലകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർക്കുള്ള സന്നദ്ധദാനം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി തന്നെയാണ് ഇതിനോടനുബന്ധിച്ച്. മറ്റൊന്ന് മഹാന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള ദിക്ർ ദുആ സമ്മേളനവും മറ്റു പലതും. അപ്പോൾ ഏതായാലും എന്തുകൊണ്ട് നോക്കിയാലും വളരെ പുണ്യമായ, വളരെ ബർക്കത്തുള്ള ഒരു സദസ്സിലാണ് നമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മുഖദ്ദസായ അർവാഹികൾ ഈ ലോകത്ത് എത്രമാത്രം മുഖദ്ദസായ അർവാഹികളുണ്ടോ ആ അർവാഹികൾ മുഴുവൻ മലായിക്കത്ത് അടക്കമുള്ള അവരൊക്കെ ഇവിടെ പങ്കെടുക്കും.
അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാക്കളുടെ ലോകം എന്ന് പറയുന്നത് അത് വേറെ രൂപത്തിലാണ്. ആത്മാക്കളുടെ ലോകത്ത് വിദൂരത, ഒരാത്മാവ് മറ്റൊരാത്മാവുമായി ഇത്ര ദൂരത്തിലാണ്, അല്ലെങ്കിൽ ഇത്ര അടുപ്പത്തിലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംബന്ധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ ശരീരത്തോടു കൂടി നമ്മൾ സംബന്ധിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് പോലത്തെ ഒരു സ്ഥലത്തിലേക്ക് അവർക്ക് ആവശ്യമാവില്ല. അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ വിശുദ്ധാത്മാക്കളും ഇതുപോലുള്ള എല്ലാ മേഖലയിലും സദസ്സുകളിലൊക്കെ, ഇപ്പം ഈ സമയത്ത് കോടാനക്കോടി സദസ്സുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും സംഘടിപ്പിക്കപ്പെടുമ്പോൾ അവിടെയൊക്കെ ഇവിടെ പങ്കെടുക്കുന്നവർ അവിടെ ഉണ്ടാവും. അതാണ് ആത്മാക്കളുടെ ഒരു പ്രത്യേകത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഒരു പ്രത്യേക ചോദ്യം ഉണ്ടല്ലോ, മാ ഇൽമുക ബിഹാദർ റജുൽ, ഈ ആളെപ്പറ്റി നിനക്ക് എന്താ അറിയാമെന്ന് ചോദിക്കും. മാ ഇൽമുക ബിഹാദർ റജുൽ എന്ന് പറയുമ്പോൾ ഈ മഖ്ബൂറാവുന്ന മനുഷ്യനുമായി വളരെ അടുത്തായിരിക്കും റസൂൽ ഉണ്ടാകണത്. റസൂൽ എവിടെ ആവട്ടെ, ഫീ മഖഅദി സിദ്ഖിൻ അവിടെ ആവട്ടെ, അതല്ല പുണ്യമായ റൗളയിലാവട്ടെ, എവിടെ ആയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന വ്യക്തിൻ്റെ സമീപത്തിലായിരിക്കും. അത് ലോകത്ത് ഒരേ സമയത്ത് തന്നെ കോടാനകോടി ഖബറുകളിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഒരാൾ മരിച്ചു, അയാളെ മറവ് ചെയ്തു. അതേ സമയത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തും കോടാനകോടി ആളുകളെ ഖബർ ചെയ്യപ്പെടുന്നുണ്ടാവും. അവിടെയൊക്കെ ഇവിടെ ഖബർ ചെയ്യപ്പെട്ട സമയത്ത് തന്നെ ഖബർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ചോദ്യം നടക്കുന്ന സമയത്തിനിടയ്ക്കാണ് അവിടെയൊക്കെ ചോദ്യം നടക്കുക. അപ്പോൾ ഈ കോടാനകോടി ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഈ മഖ്ബൂരീകളാവുന്ന ആളുകളൊക്കെ നേരക്ക് നേരെ റസൂലുള്ളാഹിനെ കാണുകയാണ്. അതുകൊണ്ടുള്ള മാ ഇൽമുക ബിഹാദർ റജുൽ. അപ്പോൾ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആത്മാക്കളുടെ സ്വഭാവം അത് കോടാനകോടി മജ്‌ലിസുകളിൽ ആത്മാക്കൾക്ക് ഒരേ ഒരു ആത്മാവിന് തന്നെ പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ മുഖദ്ദസാവുന്ന ഒരുപാട് അള്ളാഹുവിൻ്റെ വിശുദ്ധാത്മാക്കളൊക്കെ പങ്കെടുക്കണ ഒരു പുണ്യമായ ഒരു മജ്‌ലിസാണത്. പ്രത്യേകിച്ച് മഹാനാവുന്ന വലിയ ആ വലിയൻ്റെ ഉറൂസിനോട് അനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുമ്പോൾ ഈ ഉറൂസിനെ നമ്മൾ പരിഗണിക്കുന്നത് പോലെ വാനലോകത്തുള്ള മലായിക്കത്തും മറ്റ് മുഖദ്ദസായ അർവാഹുകളൊക്കെ ഇതിനെ സംബന്ധിച്ച് അവിടെ ഒരു വിളംബരം ഉണ്ടാവും. നമ്മളിതിനെ പ്രത്യേകമായിട്ട് ഉറൂസിനെ നമ്മൾ പ്രത്യേകമായി അതിനെ സംബന്ധിച്ച് അതിന് പ്രത്യേകമാവുന്ന മജ്‌ലിസുകൾ ഒരുക്കണം, പ്രത്യേകമാവുന്ന അതിൻ്റെ അനൗൺസ്മെൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ഒരു വിവരണം, ഒരു വിളംബരം മലായിക്കത്തിൻ്റെ ലോകത്ത് മറ്റ് മുഖദ്ദസായ അർവാഹുകളുടെ ലോകത്തൊക്കെ അത് നടക്കും. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോഴൊക്കെ മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ സാലിഹീങ്ങളാവുന്ന ഇബാദുകൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു വാർഷിക സിയാറത്തിനേക്ക് പ്രത്യേകമായി കൊണ്ടുള്ള ഒരു സന്ദർഭം ഒരുക്കണം എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് ശുഹദാഹിനെ എപ്പോഴും സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. അവർ വഫാത്ത് മരണപ്പെട്ടു, അവരുടെ ഷഹാദത്തിന് ശേഷം ഒരു വർഷം കഴിയുമ്പോൾ നബി പ്രത്യേകമാവുന്ന ഒരു സിയാറത്ത്, പ്രത്യേകം വിളംബരം ചെയ്തിട്ടുള്ളൊരു സിയാറത്ത് ചെയ്യുന്നത്. അത് കദാലിക ഫഅലഹു അബൂബക്കറിൻ ഉമറു ഉസ്മാൻ, അവരൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. ഒരു കൂട്ടമായിട്ട് വർഷത്തിലൊരിക്കൽ പ്രത്യേകമാവുന്നൊരു സിയാറത്ത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല ലോകത്തൊക്കെ
സുന്നി ആശയക്കാർ എവിടെ ഉണ്ടോ അവിടെയൊക്കെ മഹാന്മാരുടെ വഫാത്ത് കഴിഞ്ഞതിന് ശേഷം വർഷം തികയുമ്പോഴോ അല്ലെങ്കിൽ 2 വർഷത്തിലോ 3 വർഷത്തിലോ ഒരു വാർഷികമാവുന്ന സിയാറത്തിനൊരു സൗകര്യം എനിക്ക് കൊടുക്കുന്നു. അതാണ് ഒന്ന് ഇവിടെ നടക്കപ്പെടുന്നത്. മറ്റൊന്ന് ഇവിടെ നടക്കുന്നത് ഈ സിയാറത്തിലുള്ള സ്വഭാവം എങ്ങനെ ആവണം എന്നുള്ളത്. അത് നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ മഹാൻ സിയാറത്ത് ചെയ്യാൻ വന്നു, അവിടുന്ന് നമ്മൾ ഫാത്തിഹ പറഞ്ഞു, അതിനോട് സൗകര്യമുള്ള സൂറത്തുകളൊക്കെ നമ്മൾ ഓതി, ഇനിയും പല സൂറത്തുകൾ ഓതേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ദുആയും ചെയ്തു. ഇതേമാതിരിയുള്ള ദുആയാണ് ദ്വാരക്കേണ്ടതെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. സുന്നികളാവുന്ന നമ്മൾ ഖബറുകൾ ചെന്ന് ദുആ ചെയ്യണ ദുആ, ആ ദുആയാണ് ദുആ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു. അതിനു വേണ്ടിയാണ് ഉഹദ് ശുഹദാഇനെ 8 വർഷം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായ ഒരു സിയാറത്ത് ചെയ്തു. മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ അതിനെ രേഖപ്പെടുത്തുന്നുണ്ട്. 8 വർഷത്തിൻ്റെ ശേഷം നബി സിയാറത്ത് ചെയ്തു. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ ചെയ്തത്? ഫസല്ലാ സ്വലാത്തഹു അലൽ ജനാസ, ജനാദസ്കാരത്തിലുള്ളൊരു ദുആ പോലത്തെ ദുആ ചെയ്തു. ജനാദസ്കാരം നിസ്കരിച്ചു എന്നല്ല, കാരണം ചില മദ്ഹബുകളിലൊക്കെ ശുഹദാഇൻ്റെ മേൽ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മദ്ഹബൊക്കെ അങ്ങനെ, അവർക്ക് നിസ്കരിക്കാൻ പാടില്ല. നിസ്കരിക്കണം എന്ന് പറയുന്ന ചില മദ്ഹബുകളുണ്ട്, മഹാനാവുന്ന അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബ് പോലെ. പക്ഷേ അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബിലൊക്കെ 3 ദിവസം കഴിഞ്ഞാൽ ഖബറുകളിൽ നിസ്കാരം പറ്റൂല. ഇത് 8 വർഷത്തിൻ്റെ ശേഷമാണ് അവിടെ ചെയ്യണം. അപ്പോൾ അയിമ്മത്തിൻ്റെ ഇത്തിഫാഖാണ്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 8 വർഷം കഴിഞ്ഞ് ചെയ്തത് ഫസല്ലാ സ്വലാത്തഹു അലൽ ജനാസത്തി എന്ന് പറഞ്ഞാൽ ജനാദസ്കാരം പോലത്തെ നിസ്കാരം നിസ്കരിച്ചു എന്നല്ല, ജനാദസ്കാരത്തിലുള്ള ഒരു ദുആ പോലത്തൊരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു എന്നാണ്. അപ്പം ജനാദസ്കാരത്തിലുള്ള ദുആ പോലത്തെ ദുആ എന്ന് പറഞ്ഞാൽ ജനാദസ്കാരത്തിലുള്ള ദുആൻ്റെ സ്വഭാവം എന്താ? ആദ്യത്തെ തക്ബീറിൻ്റെ ശേഷം ഫാത്തിഹ എന്നതുപോലെ അവിടുന്ന് ഒരു ഫാത്തിഹ പറയണം. പിന്നെ ഫാത്തിഹനോട് അനുബന്ധിച്ചു കൊണ്ടിട്ട് അവിടെ ഓതപ്പെടേണ്ടതായ ചില സൂറകളുണ്ട്, നമ്മൾ ഈ ഓതുന്നതും അതല്ലാത്തതുമായി. ആ സൂറകൾ അവിടുന്ന് ഓതണം. അത് കഴിഞ്ഞതിന് ശേഷം 2ാമത്തെ തക്ബീറിൽ ആദ്യമായിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അതന്നല്ലേ ഇപ്പം നമ്മൾ ചെയ്യണത്, ഫാത്തിഹ പറയണേ, പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയണം. 3ാമത്തെ തക്ബീറിൻ്റെ ശേഷം മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. ആ 3ാമത്തെ തക്ബീറിൻ്റെ ശേഷം ചെയ്യുന്നത് പോലെ ഹംദും സ്വലാത്തും ഒക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. മഹാനാവുന്ന ഇമാം സർക്കശി പറഞ്ഞതുപോലെ സിയാറത്ത് അത് 4-5 വകുപ്പുകളാണ്. അതിൽ നിന്നുള്ള ഒരു വകുപ്പ് മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോൾ അവരിൽ നിന്നുള്ളതായ മദതുകൾ, അവരെ മരണശേഷം ആ മദതുകൾ ജീവിതകാലത്തുള്ളതിനേക്കാൾ ശക്തമായി. അപ്പോൾ ആ മദതുകൾ ലഭിക്കപ്പെടാൻ വേണ്ടി ദുആ ചെയ്യാം. ആ നിലക്കുള്ള ദുആകൾ ചെയ്യണം. അങ്ങനെയാണ് ഖബർ സിയാറത്ത് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 8 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉഹദ് ശുഹദാഇനെ വേറൊരു സിയാറത്ത് ചെയ്തുകൊണ്ട് പഠിപ്പിച്ചു തന്നു. അപ്പോൾ മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ സാലിഹീങ്ങളാവുന്ന ഇബാദ് അവർ വഫാത്തായി കഴിഞ്ഞാൽ അവരോട് ബന്ധപ്പെട്ട് അവരെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വർഷത്തിലോ 2 വർഷത്തിലോ 3 വർഷത്തിലോ സൗകര്യമനുസരിച്ച് ഒരു വാർഷിക സിയാറത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവരെ ബന്ധപ്പെട്ടവർക്ക് അവർക്ക് അവരൊരു കടമയാണ്. ആ മസാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അതാണ് ഒന്ന്. 2ാമത് അവിടുത്തെ സിയാറത്തിൻ്റെ സ്വഭാവം നമ്മളൊക്കെ സിയാറത്ത് ചെയ്യുന്ന പോലെ ആവും വേണം. അതിനോടനുബന്ധിച്ചുകൊണ്ട് ഇതുപോലുള്ള അങ്ങനെയല്ലേ ബാബു ഖുഊദിൽ മുഹദ്ദിസ് ഹൗലൽ ഖബർ ഇൻദൽ ഖബർ വഇൻദഹു അസ്ഹാബുഹു, അങ്ങനെ ഖബറിൻ്റെ എഴുത്ത് വെച്ചുകൊണ്ട് പ്രസംഗിക്കുക, കേൾക്കാൻ വന്നവരൊക്കെ അതിൻ്റെ ചുറ്റുമിരിക്കുക. അത് ഇമാം ബുഖാരി തങ്ങൾ തന്നെ തർജമ കൊണ്ടുവന്നത് തന്നെ അങ്ങനെ. ബാബു ഖുഊദിൽ മുഹദ്ദിസ്
ഇൻദൽ ഖബർ വഹൗലഹു വസ്ഹാബുഹു. മറ്റൊന്ന്, ഈ ഉറൂസിനോടനുബന്ധിച്ചുകൊണ്ട് മഹാന്മാരാവുന്ന ആളുകളെ സ്നേഹിച്ച് വരുന്നവർക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങൾ കൊടുക്കണമെന്നാണ്. ആ പതിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായി. മഹദികളാവുന്ന ബീവിമാരൊക്കെ വഫാത്തായി കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ ആടിനെ ഒട്ടകത്തിനൊക്കെ അറുത്ത് അവരോട് ബന്ധപ്പെട്ടവർക്ക് എന്താവും ആ മാംസം കൊടുത്തയക്കുന്ന. അപ്പോൾ എന്നതുപോലെ ഇവിടെ വരുന്നത് മഹാന്മാരോട് ബന്ധപ്പെട്ടവരാണ്, മഹാന്മാരെ സ്നേഹിച്ചു വരുന്നവരാണ്. അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കണം. ഇതൊക്കെയാണ് ഉറൂസിലുണ്ടാവുന്നത്. അപ്പോൾ ഉറൂസിൽ അനാചാരം എന്ന് പറഞ്ഞാൽ ഉറൂസിൽ യാതൊരു അനാചാരമില്ല. ഉറൂസിനോട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും വരുന്ന വഴിയിലോ അല്ലെങ്കിൽ വല്ല മൈതാനത്തോ അല്ലെങ്കിൽ അടുത്തുള്ള ലോഡ്ജുകളിലൊക്കെ എന്തെങ്കിലും തമ്മാടിത്തരങ്ങളുണ്ടെങ്കിൽ അതിന് ഉറൂസ് കമ്മിറ്റിക്കാർ അതിന് ഉത്തരവാദിത്തമുള്ളവരല്ല, അവരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതുമല്ല. അത് നമ്മളെല്ലാവരും ഉത്തരവാദിത്തമാണ്. അങ്ങനത്തെ വല്ല മോശമായ പ്രവർത്തനങ്ങൾ എവിടുന്ന് കണ്ടാലും അതിനെ നമ്മൾ എതിർക്കണം. അത് ഉറൂസ് നടക്കുന്ന സമയത്ത് ഉറൂസ് നടക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനത്തെ വല്ലതുണ്ടാകുന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതിന് നമ്മൾ അനുവദിക്കാൻ പാടില്ല. അവിടെ സ്ത്രീകളും പുരുഷന്മാരുമായി കൂടിക്കലർന്നുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും നമ്മുടെ ഉറൂസുകളിലൊന്നുമില്ല. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഉറൂസുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പുണ്യമായ ഒരു മജ്‌ലിസാണ്. ഉറൂസിനോടനുബന്ധിച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ഈ സന്നദ്ധാന സമ്മേളനം മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ അവർക്ക് അവരുടെ ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആ ബന്ധം എങ്ങനെയാണ് എത്തേണ്ടത്? ഒരു നബിൻ്റെ കൂടെ നടന്നുകൊണ്ട് ഒരാൾ നബിയാവൂല. ഒരു നബിൻ്റെ മകനായി ജനിച്ചുകൊണ്ട് നബിയാവൂല. നുബുവത്ത് അത് ഹിബത്തുൻ റബ്ബാനിയത്തുൻ യഹബുഹാ ലിമൻ യശാഉ മിൻ ഇബാദിഹി. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു സമ്മാനിക്കണതായ പ്രത്യേകമാവുന്ന ഒരു അള്ളാഹുവിൻ്റെ ഒരു സാക്ഷിപത്രം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു സർട്ടിഫിക്കറ്റൊക്കെയാണ്. അത് ഒരാൾ നേരം വെളുത്ത് വൈകുന്നേരമാവോളം അധ്വാനിച്ചുകൊണ്ട് നബിയാകാൻ കഴിയൂല. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും നബിയാകാൻ കഴിയൂല. വിലായത്ത് പോലല്ല നുബുവത്ത്. വിലായത്ത് അത് വഹബിയത്തായ സ്വഭാവത്തിലും അത് കസബിയത്തായ രൂപത്തിലും നൽകപ്പെടും. ചിലർ അധ്വാനിച്ചിട്ടാണ് ഈ കാലം വിലായത്ത് കിട്ടുന്നത്, ചിലർക്ക് അധ്വാനിക്കാൻ. ഇപ്പോൾ മഹ്ദി ശൈഖ് തങ്ങളൊക്കെ ജനിക്കണത് വലിയായിട്ടാണ് എന്നതുപോലെയല്ല നുബുവത്ത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അസൽ തന്നെ അതിന് പ്രത്യേകമായി കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുണ്ടാവും. ആ വ്യക്തികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലുണ്ടാവേണ്ട ചില അടിസ്ഥാനപരമായ നിർബന്ധമായ ചില കാര്യങ്ങളുണ്ട്. അവരെ കുടുംബ പരമ്പര എങ്ങനെ ആവണം, അവരെ ഉമ്മാൻ്റെ കുടുംബവും ബാപ്പാൻ്റെ കുടുംബമൊക്കെ ഏത് സ്വഭാവത്തിലാവണം. ഇപ്പോൾ റസൂലുള്ളാഹിനെ പറ്റിയൊക്കെ വിശേഷിപ്പിച്ചല്ലോ. വലഞ്ഞെൽത്തത്തിയ റസൂലുള്ളാഹിൻ്റെ പിതാവിനെ പറ്റിയൊക്കെ വലഞ്ഞെൽത്തത്തിയ ലാസിഫായി പത്തുന്നു. അപ്പോൾ ആ നിലക്ക് വളരെ ആ കുടുംബത്തിലേക്ക് ഉണ്ടാവേണ്ട ചില പ്രത്യേകമാവുന്ന ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളുള്ള കുടുംബത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ തിരഞ്ഞെടുക്കും. പിന്നെ അവരിലുണ്ടാവേണ്ട മറ്റ് ചില ഗുണങ്ങളുണ്ട്. ഇതൊക്കെ ഒത്ത ആളുകൾക്ക് മാത്രം അല്ലാഹു നൽകണ പ്രത്യേകമാവുന്ന ഒരു ബഹുമതിയാണ് നുബുവത്ത്. അപ്പം അത് നമ്മൾ അധ്വാനിച്ചതുകൊണ്ടോ നബീൻ്റെ മകനായി ജനിച്ചതുകൊണ്ടോ നബീൻ്റെ സഹോദരനായതുകൊണ്ടോ നബിമാരൊപ്പം കൂടിയതുകൊണ്ടൊന്നും നുബുവത്ത് സമ്പാദിക്കാൻ കഴിയൂല. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഒരു നബി വരേണ്ട ആവശ്യപ്പെടില്ല. ഈസ നബി ഇറങ്ങി വരുന്ന തന്നെ നബിയായിട്ടല്ല വരേണ്ടത്. ഈസ നബി പുതിയൊരു ശരീഅത്തായിട്ട് നബിയായിട്ടല്ല വരേണ്ടത്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മറ്റൊരു നബിയായിട്ടല്ല. ഒരു നബിയായി ഒരു നബിമാരും ഇവിടെ വരേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ നുബുവത്തിൻ്റെ ആ പരമ്പര അല്ലാഹു അവസാനിപ്പിച്ചു. ആ ശൃംഖല അവിടെ അവസാനിപ്പിച്ചു. മറ്റൊരു നബിയിലേക്ക് ഇനി ആവശ്യമില്ല. അത്രയും പൂർണ്ണമായ ഒരു ശരീഅത്തിനെയാണ് വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ലാൻ. പൂർണ്ണമായ ഒരു ശരീഅത്ത്, വളരെ സത്യമായ ഒരു ശരീഅത്ത്, വളരെ നീതിപൂർവ്വമുള്ള ശരീഅത്ത്, ഇതാണ് നബിയിലേക്ക് നൽകപ്പെട്ടുള്ളത്. മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരെ ശരീഅത്ത് പോലല്ല.
ആ അമ്പിയാക്കന്മാരൊക്കെ ദഅവത്ത് നടത്തിയ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ അമ്പിയാക്കന്മാർ അവർ ഔലാദു അല്ലാത്ത് അവരൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ എല്ലാവരും അടിസ്ഥാനപരമായി ഇവിടെ പ്രബോധനം നടത്തിയത് അല്ലാഹു വാഹിദാണെന്നും നിയോഗിക്കപ്പെടുന്ന പ്രവാചകൻ അല്ലാഹുവിൻ്റെ റസൂലാണെന്നും അതുപോലെ ഖബറിൻ്റെ ശേഷമുള്ള ജീവിതം, അതിൻ്റെ ശേഷമുള്ള ജീവിതം, ഖബറിലുള്ള സ്വാല് മനുഷ്യർ തുടങ്ങിയ ഏതെല്ലാം അടിസ്ഥാനപരമായ അഖീദപരമായ കാര്യങ്ങളുണ്ടോ ഇതൊക്കെ എല്ലാ അമ്പിയാക്കന്മാരും ഇവിടെ പ്രബോധനം ചെയ്തത് ഒരേ ആശയങ്ങളാണ്. അതിൽ അമ്പിയാക്കന്മാർ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ വിഷയത്തിൽ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ തുടർച്ചയാണ്. പിന്നീട് ശരീഅത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. ആദം നബിൻ്റെ ശരീഅത്ത്, നൂഹ് നബിൻ്റെ ശരീഅത്ത്, അങ്ങനെ ഓരോ അമ്പിയാക്കന്മാരുടെ ശരീഅത്തും ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേക പരിസ്ഥിതി മനസ്സിലാക്കി, അന്നത്തെ ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി, അവരിലേക്ക് നൽകപ്പെടുന്ന ചില പ്രത്യേകമാവുന്ന ശരീഅത്തുകൾ അത് അവരെ കാലഘട്ടം കഴിയുന്നതോടുകൂടി ഒന്നിരിക്കൽ അവസാനിക്കും, അല്ലെങ്കിൽ അവരെ കാലഘട്ടത്തിൻ്റെ ശേഷം കുറച്ചുകൂടി നീണ്ടുനിൽക്കും. ഒരു നബീൻ്റെ ശരീഅത്ത് തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള മറ്റ് നബിക്കും ചിലപ്പോൾ അങ്ങനെ തന്നെ ആവും. അതൊക്കെ ശരീഅത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ റസൂലുള്ളാഹിൻ്റെ ശരീഅത്ത് അങ്ങനെയല്ല. കാരണം നബിക്ക് ശേഷം വേറെ നബി ഇവിടെ ഉണ്ടാവാൻ പാടുള്ളതല്ല. അപ്പം അത്രയും എല്ലാ നിലക്കും പൂർണ്ണമായ ഒരു ശരീഅത്തിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വിശുദ്ധ ഖുർആൻ തന്നെ തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖും വഅദില, പൂർണ്ണമായ ശരീഅത്താണ്. അത് വളരെ സത്യസന്ധമായ ശരീഅത്താണ്. അത് നീതിപൂർവ്വമുള്ള ശരീഅത്താണ് റസൂലുള്ളാഹിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ശരീഅത്ത്. അപ്പം ഇനി നബിക്ക് ശേഷം ഇനി ഇവിടെ ഉണ്ടാവേണ്ടത് ഈ ശരീഅത്തിനെ ഇവിടെ പ്രബോധനം ചെയ്യേണ്ട പണ്ഡിതന്മാരാണ് ഉണ്ടാവേണ്ടത്. ആ പണ്ഡിതന്മാർക്ക് അവർ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാവണം എന്നാണ് പറഞ്ഞത്. ഒരാൾക്കൊരു അനന്തരം ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ മുവരിസ് അനന്തരം നൽകപ്പെടുന്ന ആളിലേക്ക് ഏതെങ്കിലും നിലക്കുള്ളതായ ഒരു ബന്ധം ഉണ്ടാവണം. ആ ബന്ധമില്ലാഞ്ഞാൽ അനന്തരം കിട്ടില്ല. അപ്പോൾ അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കന്മാരിൽ നിന്ന് നുബുവത്ത് മുഖേന അവരുമായി ബന്ധം സ്ഥാപിക്കാൻ ആർക്കും സാധ്യമല്ല. പിന്നെ അമ്പിയാക്കന്മാരുമായി ഉലമാവിനിക്കുണ്ടാവേണ്ട ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഏത് നുബുവത്തും ആ നുബുവത്തിനെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ നുബുവത്തിൻ്റെ ബാത്തിന് അത് വിലായത്താണ്, ഇസ്തിഖാമത്താണ്. അപ്പം അമ്പിയാക്കന്മാരിൽ നിന്നും ഉലമാ അവർ കൈവശപ്പെടുത്തേണ്ടത് ഇസ്തിഖാമത്തിനെയാണ്. അപ്പം ഇസ്തിഖാമത്തിനെ നമ്മൾ അമ്പിയാക്കന്മാരിൽ നിന്നും കൈവശപ്പെടുത്തണം, വിലായത്തിന് അമ്പിയാക്കന്മാരിൽ നിന്നും കൈവശപ്പെടുത്തണം. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരുടെ മർത്തബയ്ക്ക് ശേഷം ഇവിടെ അള്ളാഹുവിൻ്റെ ഉഖർവിയായ ആലിമീങ്ങളെ മർത്തബനേക്കാൾ വലിയതായ ഒരു മർത്തബ ഈ ലോകത്തില്ല എന്നുള്ള പറയാനുള്ള കാരണം. അത് ഏതെങ്കിലും നമ്മൾ തലികെട്ട് നടക്കുന്നവരെന്നോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും നമ്മൾ സനത് വാങ്ങിയവരൊക്കെ ഈ ഗണത്തിൽ പെടൂല. അതിന് അൽ ആലിമു മൻ അമില ബി മുക്തദ ഇൽമി, ഇൽമിൻ്റെ മുക്തദ അനുസരിച്ച് അവൻ അമൽ ചെയ്യണം. അപ്പോഴാണ് അവൻ യഥാർത്ഥ അമ്പിയാക്കന്മാരുടെ വാരിസാവുന്ന ആലിമായി തീരും. ആലമുൽ മലക്കൂത്തിൽ അലീം എന്ന് വിളിക്കപ്പെടണമെന്നാണ്. ആലമുൽ മലക്കൂത്തിൽ അലീം എന്ന് വിളിക്കപ്പെടുന്നവനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരുടെ വാരിസായി നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പം ആലമുൽ മലക്കൂത്തിൽ അലീം എന്ന് വിളിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അമ്പിയാക്കന്മാരിൽ നിന്നും ഇസ്തിഖാമത്തിനെ അല്ലെങ്കിൽ അമ്പിയാക്കന്മാരിൽ നിന്നും വിലായത്തിലെ കഴിവിൻ്റെ പരമാവധി അതിനെ കൈവശപ്പെടുത്തിയ ആലിമാവണം. അവനാണ് അൽ ഉലമാവു എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആലിമീങ്ങളെ കൂട്ടത്തിൽ പെടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് സനത് വാങ്ങി പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഓരോ അവയവങ്ങളും, നിങ്ങളുടെ നാവ്, ആ നാവ് അത് വിശുദ്ധമായ നാവാവണം. ആ നാവ് കൊണ്ട് അള്ളാഹു ഹറാമാക്കിയതായ സംസാരിക്കൽ ഹറാമാക്കിയ സംസാരം നാവ് കൊണ്ട് ഉണ്ടാവാൻ പാടില്ല. നാവ് കൊണ്ട് സംസാരിക്കൽ കറാഹത്തായ സംസാരം ഉണ്ടാവാൻ പാടില്ല. ഖിലാഫുല്ലൗലയായ സംസാരം ഉണ്ടാവാൻ പാടില്ല. ഒരു സംഗതി പറയുക ഖിലാഫുല്ലൗലയാണെന്ന് നോക്കുക, അത് നമ്മൾ നാവ് കൊണ്ട് ഉണ്ടാവാൻ പാടില്ല.
പക്ഷേ അത് അത്രമാത്രം ശ്രദ്ധിക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞോണമെന്നില്ല. അതുകൊണ്ടാണ് കഴിവിൻ്റെ പരമാവധി. ചെവിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ചെവി കൊണ്ട് കേൾക്കാൻ ചില സംഗതികൾ കേൾക്കാൻ പറ്റാത്ത ഹറാമായിരിക്കും, ചിലത് കേൾക്കൽ അത് കറാഹത്തായിരിക്കും, ചിലത് കേൾക്കൽ അത് ഖിലാഫുൽ ഔലിയായിരിക്കും. എന്നാൽ ഈ പറയപ്പെട്ട എന്താണെങ്കിലും അത് നിരോധിക്കപ്പെട്ടത് തന്നെയാണ്. കറാഹത്താണെന്ന് പറഞ്ഞാൽ നിസ്സാരവൽക്കരിക്കാൻ പറ്റൂല, ഖിലാഫുൽ ഔലിയാണെന്ന് പറഞ്ഞാൽ അതിന് നിസ്സാരവൽക്കരിക്കാൻ പറ്റൂല. കാരണം കറാഹത്താണ് ഖിലാഫുൽ ഔലയാണെങ്കിൽ തന്നെ അതിനെയും നിരോധിക്കപ്പെട്ടത് തന്നെ. അതിന് കുറ്റമുണ്ടോ ഇല്ല എന്നുള്ളതല്ല, അങ്ങനത്തെ പ്രവൃത്തികൾ നമ്മളെ ചെവി കൊണ്ട് നമ്മൾ കേൾക്കാം, അങ്ങനത്തെ സംഗതികൾ ചെവി കൊണ്ട് നമ്മൾ കേൾക്കാൻ പാടുള്ളത്. നമ്മളെ കണ്ണിനിക്കും ചില അതിവരമ്പുകൾ അതിശയിച്ചിട്ടുണ്ട്. അങ്ങനല്ലേ അല്ലാഹുവിലേക്കുള്ള ഈ സൈറ് അത് സാധ്യമാവണമെങ്കിൽ ലാ യുംകിനുൽ ഇൻസാനു അൻ യസീറ ഇലല്ലാഹ് ഇല്ലാ ബി ഈമാനിൻ സഹീഹിൻ, സഹിയായ ഈമാൻ ഉണ്ടാവണം. വഅഖീദത്തിൻ സാബിതത്തിൻ. ഖൈറുൽ ഖുറൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ 3-4 നൂറ്റാണ്ടുകൾ അന്നത്തെ മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ അവർ സ്വീകരിച്ചു പോരുന്നതായ അഖീദയാവണം. സഹാബത്ത് പറയലില്ലേ, കുന്നാ നുഫദ്ദിലു ബഅദനാ അലാ ബഅദ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങളിൽ നിന്നുള്ള ചിലർക്ക് മറ്റു ചിലരേക്കാൾ ഫദ്ലുണ്ടെന്ന് വിശ്വസിക്കുന്ന, അത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നിട്ട് പറഞ്ഞു ഫനുഫദ്ദിലു അബൂബക്കർ അലാ ഉമറ വഉമറ അലാ ഉസ്മാൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഫദ്ലുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിനേക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെക്കാൾ ഫദ്ലുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്ക് അലി റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഫദ്ലുണ്ട് എന്ന് പറയുമ്പോൾ അലി റളിയല്ലാഹു അൻഹു മോശക്കാരനെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എത്രയോ വലിയ ആളാണ് അലി റളിയല്ലാഹു അൻഹു. പക്ഷേ നമ്മൾ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്ക് ശേഷം ഇവിടെ ഏറ്റവും ശ്രേഷ്ഠവാനാവുന്ന വ്യക്തി അത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തന്നെയാണ്. പിന്നെയാണ് ഉമർ, പിന്നെയാണ് ഉസ്മാൻ, പിന്നെയാണ് അലി. ഈ വിശ്വാസമല്ല ഷിയാക്കൾക്കുള്ളത്. അവർക്ക് അലി റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം പലതാണ്. അതിൽപ്പെട്ട ഒന്നാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനേക്കാൾ ശ്രേഷ്ഠവാൻ അത് ഉമർ അലി റളിയല്ലാഹു തആല അൻഹു ആണെന്ന് വിശ്വസിക്കണം. ഈ വിശ്വാസം ഉണ്ടായിത്തീർന്നാൽ അള്ളാഹുവിലേക്കുള്ള പ്രയാണം സാധ്യമാവില്ല. പിന്നെ അതുമാത്രം പോരാ, അള്ളാഹുവിലേക്കുള്ള പ്രയാണം സാധ്യമാണെങ്കിൽ അഅ്മാലിൻ മുഖയ്യദത്തിൻ ബിശരീഅത്തില്ല എന്നാണ്. ശരീഅത്തിൻ്റെ ആ ബൗണ്ടറി, ആ അതിർവരമ്പുകൾക്ക് ഉള്ളിൽ ഒതുങ്ങിയും കൊണ്ടിട്ട് ശരീഅത്തിൻ്റെ നിബന്ധനകളനുസരിച്ചാവണം നിൻ്റെ പ്രവർത്തികൾ മുഴുവനും, എന്നാലേ അള്ളാഹുവിലേക്കുള്ള പ്രയാണം സാധ്യമാവുള്ളൂ. അത് മാത്രം പോരാ, വഅഖ്ലാഖിൻ ആലിയത്തിൻ മുഖ്തബസത്തിൻ മിൻ അഖ്ലാഖി റസൂലില്ല, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഭാവത്തിൽ നിന്ന് പകർത്തപ്പെടുന്ന വിശുദ്ധമാവുന്നതായ സ്വഭാവ ഗുണങ്ങൾ എനിക്കുണ്ടാവണം. വഖൽബിൻ യർഅ ഹുദൂദല്ലാഹ്, അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളെ ശ്രദ്ധിക്കുന്നതായ ഒരു ഹൃദയം എനിക്കുണ്ടാവണം. ഇതല്ലാത്ത നിലക്ക് അള്ളാഹുവിലേക്ക് നീ പ്രയാണം നടത്തിയാൽ ഫയൻഖത്തിഉ തരീഖ്, നിൻ്റെ വഴി അവിടെ മുറിഞ്ഞു പോകും ചിലപ്പോൾ. അതല്ലെങ്കിൽ നീ എന്താവും, പിന്നെ പേച്ചു പോകും. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളിലെ അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾ, ആ അതിർവരമ്പുകളെ ശ്രദ്ധിച്ചുകൊണ്ടാവണം പണ്ഡിതന്മാരാവുന്ന നമ്മൾ ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മളെ സർവ്വ അവയവങ്ങളും, കണ്ണായാലും കാതായാലും എല്ലാ അവയവങ്ങളും, ആ അവയവങ്ങൾ ഏതെങ്കിലും ഒരു തമ്മാടിത്തരം